അക്രഡിറ്റേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടും നമുക്ക് ഈ ക്വാളിറ്റിയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാനായിട്ട് നമുക്ക് വീണ്ടും ഇതിൻ്റെ റീഅസസ്മെൻറ്റുകളും റീഅക്രഡിറ്റേഷനും ഒക്കെ വരുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്കിന്ന് ഇപ്പോൾ സംസാരിക്കാം. അതിതാണ് ദ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം ഇംപ്രൂവ്സ് പ്രോസസ് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. നമ്മളുടെ ഈ ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് കെയർ ഡെലിവറി, കോസ്റ്റ് റിഡക്ഷൻ, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെഷേഴ്സ് കൈകാര്യം ചെയ്യുക. ഡിജിറ്റലൈസേഷനെ കുറിച്ച് ഗ്രേപ്സ് നിരന്തരം പറയുകയും കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷനിലേക്ക് പോകണമെങ്കിൽ കമ്പ്യൂട്ടറൈസേഷൻ അല്ല നമ്മുടെ ഹോസ്പിറ്റലിൽ വേണ്ടുന്നത്, പ്യുവർ ഡിജിറ്റലൈസേഷൻ ആണെന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറൈസേഷൻ മനോഹരമായ പ്രിൻറ്റുകൾ കൊടുത്തിരുന്ന വീണ്ടും വീണ്ടും പേപ്പർ വർക്കിലേക്ക് പോയിരുന്ന സാഹചര്യത്തിൽ നിന്ന് സീറോ പേപ്പറിലേക്ക് പോകാൻ നമ്മൾ വാദിക്കുമ്പോൾ അത് നമ്മുടെ ഈ പ്രകൃതിയെ നിലനിർത്തേണ്ട ആവശ്യകതയും കൂടിയാണ്. കാരണം ഇന്ന് നമ്മളെല്ലാവരും പുതിയൊരു കാര്യം കേൾക്കുന്നുണ്ട് അല്ലേ, മേഘവിസ്ഫോടനം. ഈ മേഘവിസ്ഫോടനത്തിന് നമ്മുടെ ഹോസ്പിറ്റൽ വലിയ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രമാത്രം പേപ്പറുകളും വീണ്ടും വീണ്ടും പ്രിൻ്റ് എടുത്ത് കൊടുക്കുന്നു, എത്ര വേണമെന്നാലും പ്രിൻ്റ് എടുത്ത് കൊടുക്കും. നമ്മുടെ ഇവിടെ സേഫാണ് എത്ര ഡേറ്റ, നിങ്ങളുടെ ബില്ല് എത്ര വേണമെങ്കിലും പ്രിൻ്റ്, ഓരോ പ്രിൻ്റ് എടുക്കുമ്പം അടുത്തൊരു മേഘവിസ്ഫോടനത്തിൽ കൂടെ നമ്മുടെ അടുത്ത തലമുറയെ വെള്ളപ്പൊക്കത്തിൽ എത്തിച്ച് നശിപ്പിച്ച് കളയാനുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുക നമ്മൾ. അപ്പോൾ ആ ഒരു ബോധം നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയും നമ്മളിതിനകത്ത്, അതായത് നമ്മുടെ ഒരു എൻവയോൺമെൻറ്റിനെ എപ്പോഴും എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്നത് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ പാർട്ടാണ്. എന്താണ് ചോദിച്ചത്? ആശുപത്രി പേപ്പർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഓക്കെ, വിശദീകരിക്കാം. പേപ്പർ ഉപയോഗിക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് മേഘവിസ്ഫോടനം ഉണ്ടാകുന്നതെന്ന്. ഓക്കെ, നമുക്കതൊന്ന് നോക്കിയാലോ. നമുക്ക് നമ്മുടെ ഈ ഈറ്റക്കാടുകളെല്ലാം വെട്ടിയെടുത്ത് പൾപ്പുണ്ടാക്കി അറിയാമല്ലോ നമ്മൾ എങ്ങനെയാണ് പേപ്പർ, നമ്മൾ നേരത്തെയും പലതവണ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗ്രേപ്സ് ഐഡിയമാർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കയറിയാൽ ഈ പേപ്പർ നിർമ്മാണം മൂലം പ്രകൃതി എത്രമാത്രം നശിക്കുന്നു എന്നൊരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ ഈ പേപ്പർ പൾപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വെട്ടി നശിപ്പിക്കുന്ന ഈറ്റക്കാടുകൾക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതിൽ നിന്ന് എപ്പോഴും വളരെ മൈക്രോൺസ് ആയിട്ടുള്ള വളരെ ചെറിയ പൊടി പടലങ്ങൾ അന്തരീക്ഷത്തിൽ കലരുന്നുണ്ട്. പൂമ്പൊടിയേക്കാൾ ചെറുതായിട്ടുള്ള ധാരാളം മരങ്ങളുണ്ട് പൂമ്പൊടി പറത്തുന്ന. എന്നാൽ ഈ ഒരു ഈറ്റകളുടെ തടിയിൽ ആ ഒരു ഈറയിലും അതിൻ്റെ പാർട്ടിലും ഒക്കെ പിടിച്ചിരിക്കുന്ന ആ പൊടികൾ ഇങ്ങനെ കാറ്റിൽ പറന്ന് വളരെ വിശാലമായ ഏരിയയിൽ അതിങ്ങനെ പടർന്നു പിടിക്കും. അവിടെയാണ് നമ്മുടെ ഈ വേപ്പറുകളെല്ലാം വന്ന് ക്ലോട്ട് ചെയ്യപ്പെടുക. കാരണം ഈ നമ്മുടെ നീരാവിക്ക് തണുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ ഒട്ടിയിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിലൊട്ടിയിരുന്ന് കിലോമീറ്റർ കണക്കിന് നീളത്തിലുള്ള മേഘങ്ങളുണ്ടായി. ആ മേഘം പെയ്തിറങ്ങുമ്പോൾ ഒരുപാട് വിശാലമായ ഏരിയയിലാണ് പണ്ടൊക്കെ നമുക്ക് മഴ കിട്ടിയിരുന്നത്. ഇന്നെങ്ങനെയാണ് മഴ കിട്ടുന്നത്? ഇവിടെ മഴ പെയ്താൽ അപ്പുറത്ത് മഴയില്ല. കാരണം ഇത് വളരെ കുറച്ച് നമുക്കിന്ന് വണ്ടികളിൽ നിന്നുണ്ടാകുന്ന പൊല്യൂഷനിൽ കൂടെ കിട്ടുന്ന ആ കാർബൺ മൈക്രോൺസ് ഒക്കെ മാത്രമാണ്, അല്ലെങ്കിൽ വളരെ ചെറിയ അളവിലാണ് മരങ്ങളിൽ നിന്ന് പൂമ്പൊടികളും മറ്റുമൊക്കെ അന്തരീക്ഷത്തിൽ പോകുന്നത്. അപ്പം വളരെ ചെറിയൊരു ഏരിയയിലേക്ക് വളരെ വലിയ നീരാവി ക്ലോട്ട് ചെയ്യപ്പെട്ട് തണുത്തുറഞ്ഞ് ഒരു കിലോമീറ്റർ കണക്കിന് സ്പ്രെഡായി നിൽക്കേണ്ട മേഘപാളികൾ ഒരു 1/2 കിലോമീറ്ററിനകത്തും 250 മീറ്ററിലൊക്കെ മാത്രം പെയ്യുന്ന രീതിയിൽ, അപ്പോൾ ഒരു 5-6 കിലോമീറ്റർ കിട്ടേണ്ട മഴ മുഴുവൻ ഒരു 1/2 കിലോമീറ്ററായ ഏരിയയിൽ പെയ്യുമ്പോൾ മേഘവിസ്ഫോടനമല്ലാതെ വെള്ളപ്പൊക്കമല്ലാതെ എന്താ ഇവിടെ സംഭവിക്കേണ്ടത്? അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ പേപ്പറിൻ്റെ ഉപയോഗം കൂട്ടും തോറും, ഞാനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ, പ്രകൃതിയെയും നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിലെ പേഷ്യൻ്റ് സേഫ്റ്റി, അവരുടെ കെയർ ഡെലിവറി ഇമ്പ്രൂവ് ചെയ്യുന്നത്, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്.